ഈ സ്വഭാവം എന്നു മുതലാ? ഇന്നലെ ഒരു ദിവസമേ എനിക്കറിയാവൂ. അതൊരു അബദ്ധം പറ്റിയതാ. അതൊക്കെ ആണുങ്ങളുടെ വാക്കാ. ഇവിടെ കലയുടെ അച്ഛനും ഇതുപോലെയായിരുന്നു. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തു ഇനി കുടിക്കില്ലെന്ന്. നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല മൂഡിലല്ലേ? നമുക്കൊരു ടൂർ പോകാം. ഒരു ചേഞ്ച്, ഒരു പകലത്തെ പ്രോഗ്രാം. ഞാൻ ചോദിക്കാം. എന്നെ കൂടി കേട്ടോ, ഞങ്ങളും ഈ നാട്ടുകാരാ. പോകാം. ഒരു വണ്ടി എടുത്താൽ മതിയല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ പോയി മുഖവും വലിച്ചേട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാരും സന്തോഷം. ഒറ്റയ്ക്കാണോ? പേടിക്കണ്ട, ആരും സംശയിക്കില്ല. വന്നോ. എന്താടി? എന്താ? എന്ത് പറ്റി? അയാൾ എന്താ അനാവശ്യം പറഞ്ഞു? ആരാ? അതോ എന്താ പറഞ്ഞ? ഒന്നുകൂടെ പറ. ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് കണ്ടു, പോരാൻ പറഞ്ഞു. വിടുവല്ലേ എന്റെ പെണ്ണുങ്ങളൊക്കെ കൂടുതൽ ഞാൻ പറയുന്ന കേൾക്കുവല്ലേ? എങ്ങോട്ടാ? എന്തെങ്കിലും പോയി ചത്തിക്കാം. മാലിനി എവിടെ? കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? അറിയില്ല. ആകെ നാണക്കേടായല്ലോ. മതി ഇടിച്ചു ചത്തു. എഴുന്നേക്കണ. ഇനി മേലെ അവിടെ കണ്ടുപോക്കരുത്. വെക്കോ. ആ, സാറ് പോണം. ഇനി പോടാ. മാലിനി എവിടെ? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. കുഞ്ഞിനെയും വാങ്ങിപ്പോയി. അവിടെയുണ്ട്. വഴക്കിടുന്ന കേട്ടോ. ഞങ്ങൾ വരണോ? വേണ്ട. ടാക്സിക്ക് പൊയ്ക്കോളൂ, ഞാൻ കൊടുത്തോളാം. കണക്കൊക്കെ രാവിലെ തീർക്കാം. കഴിവണ്ട മോളെ, നീ എന്ത് അഹങ്കാരമാ കാണിച്ചത്? എനിക്ക് പുല്ല് വില പോലും തന്നില്ലല്ലോ. നിന്റെ മനസ്സിലെന്താ? നീ എന്ത് പോക്ക് തന്നെ കാണിച്ചാലും സഹിക്കുന്ന പെണ്ണാണ്. നിന്റെ തന്തയുണ്ടല്ലോ, ആ പൊണ്ണ തടിയൻ, അയാളെ ഒളിപ്പിക്കാൻ പോവാ. മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിധം കണ്ടില്ലേ? ആദ്യം എന്നെ, പിന്നെ എന്റെ അച്ഛനെ പറഞ്ഞു. എനിക്കും ഒന്നും പറയാനില്ലെന്ന് വിചാരിക്കരുത്. പറയടി. നിങ്ങളും അവളും തമ്മിലുള്ള ശൃംഗാരം കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വന്നത്. തെളിച്ചു പറ. കണ്ടില്ലേ, ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത്. അവൾ ഇവിടെ താമസമാക്കിയ മുതൽ തുടങ്ങിയതാ. ഒന്നുകൂടെ പറ. 100 തവണ പറയും ഞാൻ. നിങ്ങൾക്ക് എന്റെ ഇഷ്ടം കുഞ്ഞുമോളോടാ. ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളതാ. കോളേജിൽ വെച്ച് അങ്ങനെ അന്ന് ഞാൻ